ഹലോ വെൽക്കം ബാക്ക് ഐഷസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് തന്തൂരി ചിക്കൻ്റെ റെസിപ്പിയുമായിട്ടാണ്. കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന തന്തൂർ ഓവനിൽ ഉണ്ടാക്കുന്ന ഈ തന്തൂരി ചിക്കൻ ആ സെയിം ടേസ്റ്റിൽ നമുക്ക് എങ്ങനെ വീട്ടിൽ ഫ്രൈയിങ് പാനിൽ ഉണ്ടാക്കാമെന്നാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ മൊത്തത്തിലൊന്ന് കണ്ടു നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാനും മറക്കരുത്. പിന്നെ അതുപോലെ നമ്മുടെ ഐഷസ് കിച്ചൺ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അവിടെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാം. അതിൻ്റെ കൂടെ ചെറിയൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതുകൂടെ ഒന്ന് പ്രസ് ചെയ്യണം. അപ്പോൾ ഇതുപോലെ കാണാം, ഇതിൽ ഓൾ വേണം പ്രസ് ചെയ്യാൻ. അപ്പോൾ ശരി, നമുക്ക് റെസിപ്പിയിലോട്ട് പോവാം. ഈ ഒരു റെസിപ്പി ഞാൻ 2 വർഷം മുമ്പ് നമ്മുടെ ചാനലിൽ ഷെയർ ചെയ്തായിരുന്നു. പക്ഷേ ഇപ്പോഴും കുറേ പേര് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ലിങ്ക് ഞാൻ കുറേ വീഡിയോസിലൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ വീണ്ടും എല്ലാവരും റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് ഞാൻ ഒന്നുകൂടെ ഷെയർ ചെയ്യുവാണ്. കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ആ സെയിം ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറേ തവണ ഞാൻ ഈ ഒരു റെസിപ്പിക്ക് വേണ്ടി ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കിട്ടിയ നല്ല പെർഫെക്റ്റ് റെസിപ്പിയാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു വലിയ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ചിക്കൻ ഇതാ ഇതുപോലെ തൈസും അതുപോലെ ലെഗും കൂടി ഒരുമിച്ച് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. തന്തൂരി ചിക്കൻ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ ഇങ്ങനെയാണല്ലോ ഉണ്ടാവാറ്. അതുപോലെ ഒരു ചിക്കൻ ഞാൻ 4 വലിയ പീസാക്കിയിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇങ്ങനെ വരിഞ്ഞു കൊടുക്കുക കേട്ടോ. പിന്നെ നമ്മൾ മസാല തേക്കുന്നതിന് മുമ്പ് ചിക്കൻ നന്നായി കഴുകിയിട്ട് വെള്ളമൊക്കെ നന്നായിട്ട് ഡ്രെയിൻ ചെയ്ത ശേഷം ഇതുപോലെ ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും തുണി എന്തെങ്കിലും വെച്ചിട്ട് നന്നായിട്ട് ആ ഒരു വെള്ളമൊക്കെ നന്നായിട്ട് ഒപ്പിയെടുക്കണം. അത് മസ്റ്റായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ചിക്കനിൽ ഒട്ടും തന്നെ വെള്ളം പാടില്ല, എന്നാലേ നമ്മൾ മസാല തേക്കുമ്പോൾ നന്നായിട്ട് അത് കോട്ടായി കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ചിക്കൻ അവിടെ ഇരിക്കട്ടെ. നമുക്ക് ഈ ഒരു ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് 2 മാരിനേഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ഒരു മാരിനേഷൻ ആദ്യം നോക്കാം. ഒരു ബൗളെടുത്തിട്ട് അതിലേക്ക് നമുക്ക് 2 ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുക. നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് കാശ്മീരി ചില്ലി പൗഡറാണ് ഏറ്റവും ബെസ്റ്റ്. സാധാ ചില്ലി പൗഡർ ആണെങ്കിലും കുഴപ്പമില്ല, കുറച്ച് കളറും കൂടി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ആ സെയിം ടെക്സ്ചർ കിട്ടും. ഇനി ഇതിലോട്ട് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ഗാർലിക് പൗഡറും അതുപോലെ ജിഞ്ചർ പൗഡറുമാണ് ചേർക്കുന്നത്. അപ്പോൾ ഈ ഒരു മാരിനേഷൻ നമ്മൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിലും ഒട്ടും തന്നെ വെള്ളം പാടില്ല. നല്ല തിക്കായിട്ടുള്ളൊരു പേസ്റ്റാണ് നമുക്ക് വേണ്ടത്. അതുകൊണ്ട് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പൗഡർ ചേർക്കുന്നത്. അപ്പോൾ അതില്ലാത്തവർ പേടിക്കേണ്ട, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കുറഞ്ഞ വെള്ളത്തിൽ പേസ്റ്റാക്കി എടുക്കുക കേട്ടോ. ഒരുപാട് വെള്ളം ഒഴിച്ചിട്ട് അങ്ങനെ വെള്ളം പോലെ ആക്കേണ്ട, കുറഞ്ഞ വെള്ളത്തിൽ പേസ്റ്റാക്കി എടുക്കുക. പിന്നെ അതിലോട്ട് കുറച്ച് ഉപ്പും വിനാഗിരിയും, ആവശ്യത്തിനുള്ള വിനാഗിരിയും ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് നല്ല തിക്കായിട്ടുള്ളൊരു പേസ്റ്റാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഈ ഒരു പേസ്റ്റ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ചിക്കന് മാരിനേറ്റ് ചെയ്യേണ്ടത്. മാരിനേറ്റ് ചെയ്യുമ്പോഴും ഈ നമ്മൾ ചിക്കൻ ഇങ്ങനെ വരിഞ്ഞിട്ടുണ്ടല്ലോ, അതിൻ്റെ അകത്തോട്ടൊക്കെ നന്നായിട്ട് മസാല പിടിക്കുന്ന രീതിയിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം. അപ്പോൾ ചിക്കനിലൊക്കെ നന്നായിട്ട് ചിക്കൻ്റെ അകത്തൊക്കെ മസാല ഒക്കെ എത്തുന്ന രീതിയിൽ നല്ലോണം അത് തേച്ച് പിടിപ്പിക്കുക കേട്ടോ. കുറച്ച് മതി കേട്ടോ, ഫസ്റ്റത്തെ മാരിനേഷൻ കുറച്ച് മതി. ഇപ്പോൾ കാശ്മീരി ചില്ലി പൗഡർ ആയതുകൊണ്ട് തന്നെ നല്ലൊരു കളറുണ്ട്. പിന്നെ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന തന്തൂരി ചിക്കനക്ക് നല്ലൊരു റെഡ് കളറായിരിക്കും, അത് ഫുഡ് കളർ ചേർക്കുന്നതാണ്. അപ്പോൾ ഫസ്റ്റത്തെ മാരിനേഷൻ നമ്മൾ നന്നായിട്ട് ചിക്കനൊക്കെ മാരിനേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഫ്രീസറിൽ ഒരു 15 മിനിറ്റ് വെക്കുക കേട്ടോ. ഫ്രീസറിൽ 15 മിനിറ്റിൽ കൂടുതൽ വെക്കേണ്ട, 15 മിനിറ്റ് വെച്ചാൽ മതി. കൂടുതൽ വെക്കുന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ താഴെ വെച്ചാൽ മതി കേട്ടോ. അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ ഫ്രീസറിലാണ് വെക്കുന്നത് 15 മിനിറ്റ്. അപ്പോൾ ആദ്യത്തെ മാരിനേഷൻ കഴിഞ്ഞു. ഇനി നമുക്ക് രണ്ടാമത്തെ മാരിനേഷൻ ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിനായിട്ടൊരു പാന് ചൂടാക്കിയിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കുക. ഓയിൽ സൺഫ്ലവർ ഓയിലാണ് വേണ്ടത്. ഇനിയിപ്പോൾ അതില്ലാന്നാണെങ്കിൽ കോക്കനട്ട് ഓയിൽ, വെളിച്ചെണ്ണ എടുത്താലും കുഴപ്പമില്ല. ഓയിൽ ചൂടാക്കിയിട്ട് കുറഞ്ഞ ഫ്ലെയിമിൽ വെച്ചിട്ട് അതിലോട്ട് 1 ടീസ്പൂണ് ചെറിയ ജീരകം, പിന്നെ ഒരു 12 അണ്ടിപ്പരിപ്പ്, പിന്നെ 2 ടേബിൾ സ്പൂണ് കടലമാവ്, ഇത് 3 കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. കടലമാവ് റോസ്റ്റ് ചെയ്യാണ്ട് നമ്മൾ നേരെ ഇത് പേസ്റ്റാക്കി എടുക്കുകയാണെങ്കിൽ ആ ഒരു ചിക്കൻക്ക് വേറൊരു ഫ്ലേവറായിരിക്കും. അത് റോസ്റ്റ് ചെയ്തിട്ട് ഇതാ ഈ ഒരു പരുവത്തിൽ, കടലമാവ് കൂടി പോകണ്ട, അതാ ഇങ്ങനെയാണ് കേട്ടോ വേണ്ടത് ഈ ഒരു മിക്സ്. അപ്പോൾ ഇങ്ങനെ ഒന്ന് റോസ്റ്റ്, ഒരു 1-2 മിനിറ്റ് ഒന്ന് റോസ്റ്റ് ചെയ്യുക ചെറിയ ഫ്ലെയിമിൽ. അപ്പോൾ കടലമാവിൻ്റെ ഒരു മണമൊക്കെ മാറിയിട്ട് നല്ലൊരു മണമായിരിക്കും വരുന്നത്. എന്നിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാനുണ്ട്. അപ്പോൾ നമ്മൾ റോസ്റ്റ് ചെയ്ത് റെഡി ആയിട്ടുണ്ട്, അതൊന്ന് ചൂടാറിക്കോട്ടെ. ഇനി നമുക്ക് അരച്ചെടുക്കുന്നതിൻ്റെ കൂടെ ബ്ലെൻഡറിൻ്റെ ജാറിലോട്ട് വേറെ സംഭവങ്ങൾ ചേർക്കാനുണ്ട്. 1/2 കപ്പ് തൈര് എടുത്തിട്ടുണ്ട്. 1/2 കപ്പ് തൈരിൽ ഒട്ടും തന്നെ വെള്ളം ഇല്ലാണ്ടിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ ഈ ഒരു മാരിനേഷനിൽ ഒട്ടും തന്നെ വെള്ളം പാടില്ല കേട്ടോ.
എന്നിട്ട് 1/2 കപ്പ് തൈരിലോട്ട് 2 ടേബിൾ സ്പൂൺ നിറയെ മല്ലിപ്പൊടി, പിന്നെ 1 ടീസ്പൂണ് ഗരം മസാലപ്പൊടി, പിന്നെ ചെറിയ ജീരകത്തിൻ്റെ പൊടി, ഇതൊരു 1/2 ടീസ്പൂണൊക്കെ മതി, ഒരുപാടൊന്നും വേണ്ട. പിന്നെ ഇതിലോട്ട് കസൂരി മേത്തി വേണം. കസൂരി മേത്തി ഒരു 1/4 ടീസ്പൂൺ, അതായത് ഉലുവയുടെ ഇല, അത് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പോൾ ഇല്ലയെന്നാണെങ്കിൽ ഒഴിവാക്കുക, കുഴപ്പമില്ല. മിൻറ്റ് ലീവ്സ് അല്ലെങ്കിൽ കൊറിയൻഡർ ലീവ്സ് എന്തെങ്കിലും ഉണങ്ങിയത്, അങ്ങനെ ഉണങ്ങിയ എന്തെങ്കിലും ഹെർബ്സ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മളിപ്പം റെഡിയാക്കി വെച്ചിട്ടുള്ള റോസ്റ്റ് ചെയ്തിട്ടുള്ള ആ ഒരു മിക്സ് ഇതിലൊക്കെ ചേർക്കുക. പിന്നെ നമുക്ക് വേണ്ടത് കളറാണ്, റെഡ് ഫുഡ് കളർ. ഇതിപ്പം ഓറഞ്ച് റെഡ് ഫുഡ് കളറാണ്. നമ്മൾ സാധാ കേക്കിലോട്ടൊക്കെ യൂസ് ചെയ്യുന്നത് ചേർക്കരുത് കേട്ടോ. ഇങ്ങനെ ഫുഡ് കളർ നമ്മൾ ചിക്കനിലോട്ടൊക്കെ ചേർക്കുന്ന ഫുഡ് കളർ ഉണ്ട്, അത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടി നല്ല പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുക്കുക. അപ്പോൾ നല്ല പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുത്തിട്ടുണ്ട്. ഞാനതിലോട്ട് ഉപ്പ് ചേർക്കാൻ വിട്ടുപോയിട്ടുണ്ട്, അപ്പോൾ അതുകൊണ്ട് ഉപ്പ് ആവശ്യത്തിന് ഇതിലോട്ടും ചേർത്ത് കൊടുക്കുക. നമ്മൾ ആദ്യത്തെ മാരിനേഷനിലും ഉപ്പ് ചേർത്തിട്ടുണ്ട് പാകത്തിന്. ഇനി ഈ ഒരു മാരിനേഷനിലും ഉപ്പ് പാകത്തിന് ചേർത്ത് കൊടുക്കുക. ഒരുപാടൊന്നും ഉപ്പ് ആവരുത് കേട്ടോ, അതൊക്കെ നിങ്ങൾ നോക്കിയിട്ട് ചെയ്യുക. ഇനി നമ്മൾ ഫ്രീസറിൽ ഒരു 15 മിനിറ്റ് വെച്ചിട്ടുള്ള ചിക്കൻ ഉണ്ടല്ലോ, അതിൻ്റെ മുകളിലോട്ട് ഇത് ഒഴിച്ചു കൊടുത്തിട്ട്, മുഴുവനായിട്ട് ഒഴിക്കേണ്ട. ഞാനിപ്പം ഉണ്ടാക്കിയത് കുറച്ച് അളവ് കൂടി പോയിട്ടുണ്ട്, അപ്പോൾ ഇത്രയും മിക്സ് വേണ്ട. എന്നാലും തൈര് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചെടുത്താൽ മതി, ബാക്കിയുള്ളതൊക്കെ അതേ അളവിൽ തന്നെ എടുക്കുക കേട്ടോ. തൈര് മാത്രം ഒരു 1/4 കപ്പോ അല്ലെങ്കിൽ 1/4 കപ്പിലും കുറച്ചുകൂടെ കൂടുതൽ എടുത്താൽ മതി, 1/2 കപ്പ് വേണമെന്നില്ല. ബാക്കി പൊടികളൊക്കെ അതേ അളവിൽ തന്നെ എടുക്കുക. അപ്പോൾ ഈ ഒരു മിക്സ് വെച്ചിട്ട് നന്നായിട്ട് ചിക്കന് മസാല തേച്ച് പിടിപ്പിക്കുക. നേരത്തെ ചെയ്ത പോലെ തന്നെ ആ ഓരോ വരിഞ്ഞ ഭാഗത്ത് അതിൻ്റെ അകത്തൊക്കെ നന്നായിട്ട് ഈ ഒരു മസാല വെച്ചിട്ട് തേച്ച് പിടിപ്പിക്കുക. എന്നിട്ട് ലാസ്റ്റ് കുറച്ച് ഓയിൽ ഇതിൻ്റെ മുകളിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഉപ്പ് പൊടി ഇതൊക്കെ ഒന്ന് ടേസ്റ്റ് നോക്കുക, ഒക്കെ പാകത്തിനുണ്ടോ എന്ന് നോക്കുക. എന്നിട്ട് ഞാനൊരു വേറൊരു ബൗളിലേക്ക് മാറ്റുവാണ്, കാരണം നമുക്കത് മസാല തേക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ബൗളാകുമ്പോൾ നമുക്ക് നന്നായിട്ട് മസാല തേച്ച് പിടിപ്പിക്കാം. പിന്നെ ഇത് നല്ല കട്ടിയിൽ തന്നെ നമുക്ക് മസാല തേച്ച് പിടിപ്പിക്കണം, എന്നാലേ നമുക്ക് ആ ഒരു തന്തൂരി ചിക്കൻ്റെ ആ ഒരു ടെക്സ്ചറൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ ഇത് നമുക്ക് വീണ്ടും ഒരു 15 മിനിറ്റ് ഫ്രീസറിൽ വയ്ക്കാം. അപ്പോൾ 15 മിനിറ്റിന് ശേഷം നമ്മൾ ചിക്കന് പുറത്തെടുത്തിട്ടുണ്ട്. ചിക്കന് ഫ്രീസറിൽ വെച്ചുകൊണ്ട് തന്നെ നന്നായിട്ട് മസാല കോട്ടഡാണ്. നല്ല കട്ടിയിൽ തന്നെ ആ ഒരു ചിക്കനിൽ മസാലയൊക്കെ കോട്ടായിട്ട് വന്നിട്ടുണ്ട്. ചിക്കനിൽ വെള്ളം ഉണ്ടെങ്കിൽ ഇങ്ങനെ കോട്ടായി കിട്ടില്ല കേട്ടോ, അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഇനി വലിയൊരു പാന് ചൂടാക്കിയിട്ട്, പാന് എന്താ പറയുക, വലിയ പാനാണ് എടുത്തുള്ളത്, എല്ലാം കൂടി ഒരുമിച്ച് റെഡിയാക്കാൻ വേണ്ടിയിട്ട്. ചൂടാക്കിയിട്ട് അതിലോട്ട് നമുക്ക് ബട്ടർ ഒന്ന് സ്പ്രെഡ് ചെയ്തെടുക്കണം. കുറഞ്ഞ ഫ്ലെയിമിൽ വെച്ചിട്ട് ബട്ടർ ഒന്ന് സ്പ്രെഡ് ചെയ്യുക. ബട്ടർ നമ്മൾ വീട്ടിൽ മാക്സിമം ബട്ടർ തന്നെ എടുക്കുക. വീട്ടിൽ ഇനിയിപ്പോൾ ബട്ടർ ഇല്ലയെന്നാണെങ്കിൽ വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഓയിലോ എന്തെങ്കിലും എടുക്കുക. അപ്പം നമ്മൾ ആദ്യം ഈ ഒരു ഇത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഓയിലോ അല്ലെങ്കിൽ ബട്ടറോ എന്തെങ്കിലും സ്പ്രെഡ് ചെയ്യണം, അത് മസ്റ്റാണ്. ചെറിയ ഫ്ലെയിമിൽ വെക്കുക കേട്ടോ, കാരണം ചിക്കന് നമ്മളിതാ ഇങ്ങനെ ഷാലോ ഫ്രൈ ആണ് ചെയ്യുന്നത്, ഡീപ് ഫ്രൈ അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് കുറച്ച് നേരം അടച്ചൊക്കെ വെച്ചിട്ട് നമ്മളിത് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ മസാല പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തിരിച്ചും മറിച്ചും പെട്ടെന്ന് തന്നെ ഇത് കുക്ക് ചെയ്തെടുക്കുന്നത്. പിന്നെ നമ്മളിതൊന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് കുറച്ച് നേരം കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്, കാരണം ഇത് വലിയ പീസായിട്ടുള്ള ചിക്കനല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ചെറിയ ഫ്ലെയിമിൽ വെക്കുകയാണെങ്കിൽ വല്ലാണ്ട് സൈഡൊന്നും കുക്കായി കിട്ടില്ല. അപ്പോൾ കുറച്ച് നേരം ഇതുപോലെ ഒന്ന് ഒരു ലിഡ് വെച്ചിട്ടൊന്ന് അടച്ച് വെക്കുക. അതിന് മൊത്തത്തിൽ അടഞ്ഞ് കിടക്കണമെന്നൊന്നുമില്ല. അപ്പോൾ അത് പുറത്തേക്ക് കുറച്ചൊക്കെ വെള്ളമൊക്കെ ഇറങ്ങി വരും. എന്നിട്ട് അത് തിരിച്ചും മറിച്ചൊക്കെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. ലാസ്റ്റ് മാത്രം നമ്മൾ കുറച്ചൊന്ന് ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ചാൽ മതി. ഒന്ന് 2 സൈഡൊന്ന് ഡാർക്ക് കളർ ആവാൻ വേണ്ടിയിട്ട് ഒന്ന് ഫ്ലെയിം കൂട്ടി വെക്കുക. അതുവരേക്കും നമ്മൾ തിരിച്ചും മറിച്ചും ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ വീഡിയോയുടെ സ്റ്റാർട്ടിങ് പറഞ്ഞ പോലെ തന്തൂരി ചിക്കൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്തൂർ ഓവനിൽ ഉണ്ടാക്കുന്ന ചിക്കനാണ്. അപ്പോൾ നമുക്കതെന്തായാലും തന്തൂർ ഓവനൊന്നും നമ്മൾ വീട്ടിലുണ്ടാവില്ല. പക്ഷെ നമ്മളിപ്പോൾ ഉദ്ദേശിക്കുന്നത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന തന്തൂരി ചിക്കനിൽ നമ്മൾ മാരിനേഷൻ കൊടുക്കുമ്പോൾ ആ ഒരു സെയിം മാരിനേഷനിലുള്ള ചിക്കൻ വീട്ടിലുണ്ടാക്കാമെന്നാണ്. അപ്പോൾ ഇതുപോലെ ഒന്ന് മാരിനേറ്റ് ചെയ്തിട്ട് നിങ്ങളൊന്ന് ഫ്രൈ ചെയ്ത് നോക്കൂ, അടിപൊളി ടേസ്റ്റാണ്. പിന്നെ ഇതിലോട്ട് കടലമാവ് ചേർക്കുന്നതുകൊണ്ട് തന്നെ നമ്മളിപ്പം എണ്ണയിലാണ് ഫ്രൈ ചെയ്യുന്നതെങ്കിലും നമ്മൾ ടിഷ്യൂ പേപ്പറായിട്ട് ലാസ്റ്റ് എണ്ണയൊക്കെ വൈപ്പ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ ഒട്ടും തന്നെ എണ്ണ ചിക്കനിൽ ഇല്ലാത്ത രീതിയിലായിരിക്കും നമുക്ക് ചിക്കൻ കിട്ടുന്നത്. അപ്പം ആ ഒരു കടലമാവിൻ്റെ ആ ഒരു സ്റ്റെപ്പ് വിട്ടുപോകരുത്. അപ്പോൾ ഇതിലിപ്പോൾ കാണുമ്പോൾ ചിക്കനിൽ നന്നായിട്ട് എണ്ണയൊക്കെ ഉള്ള പോലെ തോന്നും, പക്ഷേ നമ്മൾ ലാസ്റ്റ് ഞാനൊരു ടിപ്പ് പറഞ്ഞുതരാം, അപ്പോൾ അതുപോലെ ചെയ്താൽ മതി. അപ്പോൾ അടിപൊളിയായിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് തന്തൂരി ചിക്കൻ ആ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ആ സെയിം ടേസ്റ്റിലും ടെക്സ്ചറിലൊക്കെ നമുക്ക് കിട്ടും.
പിന്നെ കളറ് ചേർത്താലേ ആ ഒരു കളർ കുറച്ച് കൂടുതൽ ചേർത്താലേ നമുക്ക് ആ ഒരു ശരിക്കുള്ള കളറ് കിട്ടുള്ളൂ കേട്ടോ തന്തൂരി ചിക്കൻ്റെ. അപ്പോൾ ഞാൻ തിരിച്ചു മറിച്ചൊക്കെ സൈഡൊക്കെ നന്നായിട്ട് കുക്കാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ തന്തൂരി ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. റെഡി ആയ ശേഷം ഇതാ ഇതുപോലെ ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് നന്നായിട്ട് നൊപ്പിയെടുക്കുക കേട്ടോ ആ ഒരു എക്സസ് ആയിട്ടുള്ള ഓയിൽ. അപ്പോൾ അങ്ങനെ വരുമ്പം അത്രയും മതി. നമ്മളിതിലോട്ട് കടലമാവ് ചേർത്തുകൊണ്ട് തന്നെ പെട്ടെന്ന് ഓയിലൊക്കെ നമുക്ക് ടിഷ്യൂ പേപ്പറിൽ വെച്ചിട്ട് വലിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ആ ടെക്സ്ചറിലും നല്ല അടിപൊളിയായിട്ടുള്ള പെർഫെക്റ്റ് ആയിട്ടുള്ള തന്തൂരി ചിക്കൻ്റെ ടെക്സ്ചർ കിട്ടും. അതുപോലെ ആ മസാല കോട്ടഡ് ആയതുകൊണ്ട് തന്നെ തന്തൂരി ചിക്കൻ്റെ ആ ഒരു ഫ്ലേവറൊക്കെ നന്നായിട്ട് ചിക്കനിൽ പിടിച്ചിട്ടുണ്ടാവും. ആ സെയിം ടേസ്റ്റ് തന്നെ നമുക്ക് ചിക്കന് വീട്ടിലുണ്ടാക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ തന്തൂരി ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ആ സെയിം ടെക്സ്ചറിൽ തന്നെ നമുക്ക് വീട്ടിൽ ഇതുപോലെ ഫ്രൈങ് പാനിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ വീട്ടിലുണ്ടാക്കുമ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ വലിയ പീസ് ചിക്കന് തിരിച്ചു മറിച്ചൊക്കെ ഇടാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് ഈ ഒരു മാരിനേഷൻ തന്നെ കൊടുക്കുക. ഇതേപോലെ തന്നെ ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് വൈപ്പ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ തന്തൂരി ചിക്കൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായില്ലെങ്കിലും നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് എഴുതി അറിയിക്കുക. ഇഷ്ടമായി നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടും റിലേറ്റീവ്സുമായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. പുതിയൊരു വീഡിയോയുമായിട്ടും വ്ളോഗുമായിട്ടൊക്കെ വരുന്നവരേക്കും ബൈ. താങ്ക്